ഹലോ നമസ്കാരം എല്ലാവർക്കും റൈറ്റ് സയൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഇഡിയംസ് ആൻഡ് ഫ്രേസസ് ആണ്. നമുക്കറിയാം ഒട്ടുമിക്ക കോമ്പറ്റേറ്റീവ് പരീക്ഷ, അത് PSC ആയിക്കോട്ടെ, SSC ആയിക്കോട്ടെ, ഏത് പരീക്ഷ എടുത്തു കഴിഞ്ഞാലും അതിൽ നമുക്ക് ഒരു മാർക്ക് എന്നുള്ള ചോദ്യം അല്ലെങ്കിൽ 2 മാർക്കിനുള്ള ചോദ്യം വരാറുള്ളത് ഈ ഇഡിയംസ് ആൻഡ് ഫ്രേസസ് എന്നാണ്. അപ്പം മറ്റൊരു കാര്യം കൂടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇഡിയംസ് ആൻഡ് ഫ്രേസസ് നമ്മൾ എത്ര പഠിച്ചാലും നമുക്ക് അങ്ങനെ ഓർമ്മയിൽ നിൽക്കാറില്ല. കാരണം ഇതൊരു നേറ്റീവ് യൂസേജ് ആണ്. അപ്പൊ നമ്മളെ സാധാരണ നമ്മുടെ ജീവിതത്തിൽ ഉപയോഗിക്കുന്നതല്ല. ഇത് നേറ്റീവ് സ്പീക്കേഴ്സ് ഇപ്പൊ US ഇപ്പൊ ഇംഗ്ലീഷ് ഭാഷ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന രാജ്യങ്ങളിൽ ഉപയോഗിക്കുന്ന ചില ഒരു യൂസേജസ് ആണ് ഇഡിയംസ് ആൻഡ് ഫ്രേസസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഓർമ്മയിൽ നിൽക്കാനും ശകലം പ്രയാസമുണ്ട്. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇതിനെക്കുറിച്ച് കൂടുതലൊന്ന് മനസ്സിലാക്കി ചില ട്രിക്കുകളൊക്കെ ഉപയോഗിച്ചും ചില ടെക്നിക്കിലൂടെയൊക്കെ ഒന്ന് മെമ്മറൈസ് ചെയ്തിട്ടൊക്കെ പോവുകയാണ് ചെയ്യുന്നത് ക്ലാസ്സിൽ. അപ്പം എല്ലാവർക്കും ക്ലാസ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. ഓക്കെ, ഒന്നാമത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോണ്ട് കൗണ്ട് യുവർ ചിക്കൻസ് ഡോണ്ട് കൗണ്ട് യുവർ ചിക്കൻസ് ബിഫോർ ദേ ഹാച്ച്. നമുക്കതിന്റെ മീനിങ് നോക്കാതെ തന്നെ നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. ഒരിക്കലും കോഴികളെ എണ്ണാൻ പാടില്ല ബിഫോർ ദേ ഹാച്ച്. അതായത് മുട്ട നമ്മൾ വിരിയിക്കാൻ വെച്ചു, അത് വിരിയുന്നതിന് മുമ്പ് നമ്മൾ ഇത്ര കോഴി ഉണ്ടാവും നമ്മൾ പ്ലാൻ ചെയ്ത് വെക്കാൻ പാടില്ല. ഇപ്പൊ ഒരു 10 മുട്ട ഉണ്ടെങ്കിൽ അത് നമ്മൾ നോക്കിയിട്ട് അത് വിരിയുന്നതിന് പറയണം 10 കോഴികളെ കിട്ടും എന്ന് പാടില്ല. എന്നങ്ങനെ ചിന്തിക്കാൻ പാടില്ല. ചിലപ്പോൾ എന്തെങ്കിലും സംഭവിച്ചേക്കാം, ഈ പറയുന്ന കോഴികളുടെ എണ്ണം കുറഞ്ഞേക്കാം. അതായത് നമ്മളൊന്നും പ്ലാൻ ചെയ്യാൻ പാടില്ല എന്നാണ് അതിന്റെ അർത്ഥം. അത് തന്നെയാണ് ഇതിന്റെ മീനിങ്. നോക്കാം. ഡോണ്ട് പ്ലാൻ എനിത്തിങ് ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ എ ഗുഡ് തിങ് യു എക്സ്പെക്ട് ടു ഹാപ്പൻ ഇൻ ദ ഫ്യൂച്ചർ. അതായത് ഭാവിയിൽ വരാൻ പോകുന്ന ഒരു നല്ല കാര്യം, വരാൻ പോകുന്ന നമുക്കൊരു ബോധ്യമുണ്ട്. ഓക്കെ, അതിനെ വെച്ചുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ പ്ലാൻ ചെയ്യരുത്. കാരണം ചിലപ്പോൾ ആ വരാൻ പോകുന്ന നല്ല കാര്യം ചിലപ്പോൾ നടക്കാതിരിക്കാം എന്നാണ് ഇതിന്റെ മീനിങ്. അപ്പം എന്താണ് ഡോണ്ട് കൗണ്ട് യുവർ ചിക്കൻസ് ബിഫോർ ദ ഹാച്ച് എന്ന് പറഞ്ഞാൽ ഡോണ്ട് പ്ലാൻ എനിത്തിങ് ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ എ ഗുഡ് തിങ് യു എക്സ്പെക്ട് ടു ഹാപ്പൻ ഇൻ ദ ഫ്യൂച്ചർ. ഇതാണ് ഡോണ്ട് കൗണ്ട് യുവർ ചിക്കൻസ്. ഈസി അല്ലേ? സിമ്പിൾ ആയിട്ട് ഓർത്ത് വെക്കാമല്ലോ. ഇങ്ങനെ അങ്ങ് പഠിച്ചു പോയാൽ മതി. ഇഡിയംസ് ആൻഡ് ഫ്രേസസ് നമുക്ക് ഈസി ആയിട്ട് മെമ്മറൈസ് ചെയ്യാൻ പറ്റും. നമുക്കിനി അടുത്ത് നോക്കാം. അടുത്തതെന്ന് വെച്ചാൽ എവ്രി ക്ലൗഡ് ഹാസ് എ സിൽവർ ലൈനിങ്. എവ്രി ക്ലൗഡ് ഹാസ് എ സിൽവർ ലൈനിങ്. എല്ലാ മേഘങ്ങൾക്കും, ഏതൊരു മേഘങ്ങൾക്കും എപ്പോഴും ഒരു സിൽവർ കൊണ്ടുള്ള ഒരു കവറിങ് ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, എവറി ക്ലൗഡ് ഹാസ് എ സിൽവർ ലൈനിങ്. എല്ലാ മേഘങ്ങൾക്കും ഒരു സിൽവർ ലൈനിങ് ഉണ്ട്. മേഘം ആകാശത്ത് നിൽക്കുന്നു അല്ലെ, അപ്പൊ ഇതിനൊരു പ്രൊട്ടക്ഷൻ ഉണ്ട്, ഒരു പ്രൊട്ടക്റ്റീവ് ലെയർ ഉണ്ട് എന്നാണ് ഇതിന്റെ അർത്ഥം. അല്ലെങ്കിൽ അതിന് മറ്റൊരു വശമുണ്ട് എന്ന് കൂടി പറയാം. അപ്പൊ അതാണ് ഇതേ ഉള്ളൂ. എവ്രി ബാഡ് സിറ്റുവേഷൻ ഹാസ് സം ഗുഡ് ആസ്പെക്ട്സ്. അതായത് എല്ലാ മോശം കാര്യങ്ങൾക്കും, എന്ത് മോശം കാര്യം എടുത്താലും അതിന് ഒരു നല്ല വശം ഉണ്ടായിരിക്കും. നമ്മൾ ആ നല്ല വശത്തെ കുറിച്ച് ചിന്തിക്കാൻ ശ്രമിക്കാം. അപ്പൊ എന്താ പറയുന്നത്? എവ്രി ക്ലൗഡ് ഹാസ് എ സിൽവർ ലൈനിങ് എന്ന് പറഞ്ഞാൽ എവ്രി ബാഡ് സിറ്റുവേഷൻ ഹാസ് സം ഗുഡ് ആസ്പെക്ട്. എല്ലാ മോശം സാഹചര്യങ്ങൾക്കും ഒരു നല്ല വശം ഉണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, സിമ്പിൾ അല്ലേ? ഇങ്ങനെ അങ്ങ് പഠിച്ചു പോവാ. അടുത്തത് ഫീൽ എ ബിറ്റ് അണ്ടർ ദ വെതർ. ഫീൽ എ ബിറ്റ് അണ്ടർ ദ വെതർ. ഈ ഒരു കാലാവസ്ഥയിൽ എന്തോ തോന്നുന്നു എന്ന് നമ്മൾ പറയത്തില്ലേ? ഈ ഒരു കാലാവസ്ഥയിൽ എന്തൊക്കെയോ ഒരു വല്ലാത്തൊരു തോന്നല് എന്നൊക്കെ പറയത്തില്ല. ഫീൽ എ ബിറ്റ് അണ്ടർ ദ വെതർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫീലിംഗ് സ്ലൈറ്റ്ലി ഇൽ. നമുക്ക് ചെറുതായിട്ടൊക്കെ ഒരു അസുഖമൊക്കെ തോന്നുന്ന ഒരു സാഹചര്യത്തിൽ അങ്ങനെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫീൽ എ ബിറ്റ് അണ്ടർ ദ വെതർ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് സിമ്പിൾ അല്ലേ? ഇതുപോലെ അങ്ങ് പഠിക്കുക. ഡോണ്ട് കൗണ്ട് യുവർ ചിക്കൻസ് ബിഫോർ ദ ഹാച്ച്. അപ്പൊ നമ്മൾ ഒന്നും പ്ലാൻ ചെയ്യാൻ പാടില്ല, നല്ല കാര്യം വരും. അടുത്തത് എവറി ക്ലൗഡ് ഹാസ് എ സിൽവർ ലൈനിങ്. എന്തൊരു മോശം കാര്യങ്ങൾക്കും ഒരു നല്ല വശമുണ്ട്. ഫീൽ എ ബിറ്റ് അണ്ടർ ദ വെതർ, ഫീലിംഗ് സ്ലൈറ്റ്ലി ഇൽ. അടുത്തത് ഗെറ്റ് ഔട്ട് ഓഫ് ഹാൻഡ്. ഗെറ്റ് ഔട്ട് ഓഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പോയി എന്നുള്ള അർത്ഥത്തില്ല, ഇറങ്ങിപ്പോയി എന്നൊക്കെ അല്ലേ ഗെറ്റ് ഔട്ട് എന്നൊക്കെ പറയുന്നത്. ഇറങ്ങിപ്പോടാ അല്ലെങ്കിൽ ഇറങ്ങിപ്പോ എന്നൊക്കെ അല്ലേ പറയുന്നത്. ഗെറ്റ് ഔട്ട് ഓഫ് ഹാൻഡ്, കയ്യിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്നാണ് അർത്ഥം വരുന്നത്. അപ്പൊ കയ്യിൽ നിന്ന് ഇറങ്ങിയപ്പോ കയ്യിൽ നിന്ന് പോയെന്ന് വെച്ചാൽ ലൂസ് കൺട്രോൾ, നമ്മുടെ നിയന്ത്രണം വിട്ടുപോയി. ഇപ്പൊ നമ്മൾ പറയത്തില്ല ആ സാഹചര്യത്തിലേക്ക് ദേഷ്യം വന്ന് അവസാനം എല്ലാം കയ്യിൽ നിന്ന് പോയി എന്ന് പറയുമ്പോൾ എന്താണ്? ദേഷ്യം വന്നിട്ട് നമ്മുടെ കൺട്രോൾ നഷ്ടപ്പെട്ടു. അതാണ് ഇവിടെ പറയുന്നത് ഗെറ്റ് ഔട്ട് ഓഫ് ഹാൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ടു ലൂസ് കൺട്രോൾ എന്നാണ് ഗെറ്റ് ഔട്ട് ഓഫ് ഹാൻഡ് എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത്. അടുത്ത നമുക്ക് നോക്കാം. ഹിറ്റ് ദ നെയിൽ ഓൺ ദ ഹെഡ്. ഹിറ്റ് ദ നെയിൽ, ഹിറ്റ് ആണി കൊണ്ട് ഇടിക്കുക അല്ലെങ്കിൽ അടിക്കുക. ഓൺ ദ ഹെഡ്, തലയിൽ അടിക്കുക. ഇവിടെ ഹെഡ് എന്ന് പറയുന്ന ഒരു ടാർഗറ്റിലേക്ക് നമ്മൾ ടാർഗറ്റിനനുസരിച്ചിട്ട് ഒരു കാര്യം ചെയ്തു, അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ അനുസരിച്ചിട്ടുള്ള കറക്റ്റ് കാര്യം നമ്മൾ പറയുകയോ ചെയ്യുകയോ ചെയ്യുന്നതിനെയാണ് ഹിറ്റ് ദ നെയിൽ ഓൺ ദ ഹെഡ് എന്ന് പറയുന്നത്.
ഡു ഓർ സേ സംതിങ് എക്സാക്ട്ലി റൈറ്റ്. വളരെ ശരിയായ ഒരു കാര്യം നമ്മൾ ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു പ്രവൃത്തി ചെയ്യുകയോ അല്ലെങ്കിൽ വളരെ ശരിയായ ഒരു കാര്യം പറയുകയോ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഹിറ്റ് ദ നെയിൽ ഓൺ ദ ഹെഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഹിറ്റ് ദ നെയിൽ ഓൺ ദ ഹെഡ് എന്ന് വെച്ചാൽ ഡു ഓർ സേ സംതിങ് എക്സാക്ട്ലി റൈറ്റ്, വളരെ ശരിയായിട്ടുള്ള ഒരു കാര്യം പറയുകയോ ചെയ്യുകയോ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഹിറ്റ് ദ നെയിൽ ഓൺ ദ ഹെഡ് എന്ന് പറയുന്നത്. അപ്പൊ വളരെ എളുപ്പത്തിൽ നമ്മൾ 5 ഇഡിയംസ് ആണ് പഠിച്ചത് അല്ലെ. നിങ്ങൾ പഠിക്കുമ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾ കണ്ടിട്ട് ഈ ഒരു പോയിന്റുകൾ എഴുതി കൃത്യമായിട്ട് ഇങ്ങനെ എക്സാമ്പിൾ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മെമ്മറി ഒരിക്കലും പോകത്തില്ല. നമുക്ക് അടുത്തതിലേക്ക് പോവാം. അടുത്ത ഇൻ ദ ഹീറ്റ് ഓഫ് ദ മൊമെന്റ്, അതായത് ഇൻ ദ ഹീറ്റ്, ആ ഒരു ചൂടില്, ഓഫ് ദ മൊമെന്റ്, ഈ ഒരു നിമിഷത്തിന്റെ ചൂടില്, ഈ ഒരു നിമിഷത്തിന്റെ ചൂടടിക്കുമ്പോൾ എന്താ സംഭവിക്കുക? നമുക്ക് ഭയങ്കര ക്ഷീണം വരും എന്ന് പറയത്തില്ല. എന്ന് പറയുന്നതാണ് ഓവർവെൽഡ് ബൈ ദ വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ദ മൊമെന്റ്. ഈ ഒരു നിമിഷം സംഭവിക്കുന്നത് എന്താണോ ആ ഒരു കാര്യം കൊണ്ട് ഞാൻ ഇമോഷണലി തകർന്നു പോയി അല്ലെങ്കിൽ ഞാൻ ക്ഷീണിച്ചു പോയി എന്നുള്ളതാണ് ഇൻ ദ ഹീറ്റ് ഓഫ് മൊമെന്റ്. അപ്പൊ ഇപ്പൊ ചൂടടിക്കുമ്പോൾ എന്താ സംഭവിക്കുക? ക്ഷീണം വരും എന്ന് പറഞ്ഞാൽ ഇൻ ദ ഹീറ്റ് ഓഫ് മൊമെന്റ് എന്ന് വെച്ചാൽ എന്താണ്? ഓവർവെൽഡ് ബൈ, അതായത് നമ്മൾ വളരെയായിട്ട് കഷ്ടപ്പെട്ടു പോയി അല്ലെങ്കിൽ ക്ഷീണിച്ചു പോയി. വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ദ മൊമെന്റ്, ഇപ്പം സംഭവിക്കുന്ന കാര്യങ്ങളെയൊക്കെ കാരണം ഞാൻ ആകെ തകർന്നു പോയി എന്നാണ് ഇൻ ദ ഹീറ്റ് ഓഫ് മൊമെന്റ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അടുത്ത ജമ്പ് ഓൺ ദ ബാൻഡ് വാഗൺ. ബാൻഡ് വാഗണിൽ ചാടിക്കേറി, ഒരു ബാൻഡ് വാഗൺ പോകുന്നു, അതിൽ ചാടിക്കേറി. അപ്പൊ ഒരു എന്തോ ഒരു കാര്യം അവിടെ നടക്കുന്നു, ആ കാര്യത്തിലേക്ക് നമ്മളും കയറി എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ എന്താണ്? ജോയിൻ എ പോപ്പുലർ ആക്ടിവിറ്റി, ഒരു 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 വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയിൽ നമ്മളും അതിന്റെ ഭാഗമായി എന്നാണ് ജമ്പ് ഓൺ ദ ബാൻഡ് വാഗൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലെ, നമ്മൾ നോക്കും ഒരു ബാൻഡ് വാഗൺ പോകുന്നു, ആ ബാൻഡ് വാഗണിലേക്ക് നമ്മൾ ചാടിക്കേറി. അപ്പൊ ബാൻഡ് വാഗൺ ഒരു ആക്ടിവിറ്റി ആണെന്ന് കരുതുക, ആ ആക്ടിവിറ്റിയിലേക്ക് നമ്മളും കയറി. സോ ജോയിൻ എ പോപ്പുലർ ആക്ടിവിറ്റി. അടുത്ത കീപ് സംതിങ് അറ്റ് ബേ, എന്തെങ്കിലും എന്ത് ചെയ്യുക? സൂക്ഷിക്കുക. എവിടെ സൂക്ഷിക്കുക? അറ്റ് ബേ. ബേ എന്ന് വെച്ചാൽ എന്താണ്? കടലെന്നോ കടലെടുക്കുന്നോ അല്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന വലിയൊരു ജലാശയ ഭാഗം എന്നൊക്കെ നമ്മൾ ബേയെ ഉദ്ദേശിക്കാം അല്ലെ. ആ ബേയിൽ എന്തെങ്കിലും സൂക്ഷിക്കുക എന്ന് വെച്ചാൽ എന്താണ്? വളരെ ദൂരെയാണ് ഈ ബേ ഒക്കെ. എന്താണ്? നമ്മുടെ കരയിൽ നിന്ന് ഒരുപാട് ദൂരെയല്ലേ ബേ എന്ന് പറയുന്നത്. അപ്പോൾ കീപ് സംതിങ് എവേ, എന്തെങ്കിലും ഒരു കാര്യം വളരെ ദൂരത്ത് സൂക്ഷിക്കുക എന്നുള്ളതാണ് കീപ് സംതിങ് അറ്റ് ബേ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത നമുക്ക് നോക്കാം. ടു ലൂസ് വൺ ടച്ച്, ടച്ച് പോയി, ഒരാളുടെ ടച്ച് പോയി. നമ്മൾ പറയത്തില്ലേ ലൂസ് വൺ ടച്ച് എന്ന് വെച്ചാൽ എന്താ? ടച്ചൊക്കെ പോയി. പണ്ടൊക്കെ ഞാൻ ആ വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നതാണ്, പക്ഷെ ഇപ്പൊ ഭയങ്കര പ്രയാസമാണ്. കാരണം ടച്ചൊക്കെ പോയി എന്ന് പറഞ്ഞ എന്താണ്? ഞാൻ പണ്ടൊരു കാര്യം ചെയ്തുകൊണ്ടിരുന്നതാണ്, ഇപ്പൊ എന്നെ കൊണ്ട് പറ്റുന്നില്ല. ആ സമയത്താണ് നമ്മൾ എന്താ പറയുക? ടച്ചൊക്കെ പോയി എന്ന് പറയാം. അപ്പം നോട്ട് ബി ഏബിൾ ടു ഡു സംതിങ് ആസ് വെൽ ആസ് ബിഫോർ, നമ്മൾ പണ്ട് ചെയ്തുകൊണ്ടിരുന്നത് പോലെ ഒരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ള സാഹചര്യത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ടച്ച് പോയി എന്ന് നമ്മൾ പറയുക. അടുത്ത നമുക്ക് നോക്കാം. മേക്ക് എ ലോങ് സ്റ്റോറി ഷോർട്ട്, ഒരു വലിയൊരു കഥയെ എന്താക്കുക? ചെറുതാക്കുക. നമുക്കറിയാലേ, ഒരു വലിയ നീട്ടി പറയേണ്ട ഒരു കാര്യത്തെ നമ്മൾ ചെറുതാക്കി പറയാം. ടെൽ സംതിങ് ബ്രീഫ്ലി, കാര്യത്തെ നമ്മൾ ചുരുക്കി പറയുന്നതിനാണ് മേക്ക് എ ലോങ് സ്റ്റോറി ഷോർട്ട് എന്ന് പറയുന്നത്. അടുത്ത നോ പെയിൻ നോ ഗെയിൻ, ഇത് നമ്മൾ പണ്ട് തൊട്ടേ കേൾക്കുന്ന ഒന്നാണ് അല്ലെ. വേദനയില്ല നേട്ടമില്ല. ഇപ്പൊ വേദന ഇല്ലെങ്കിൽ നേട്ടമില്ല എന്ന് വെച്ചാൽ എന്തെങ്കിലും നേടണമെങ്കിൽ വേദന അനുഭവിച്ചേ പറ്റൂ. യു കാണ്ട് അച്ചീവ് എനിത്തിങ് വിത്തൗട്ട് എഫേർട്ട്. അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും നിങ്ങൾക്ക് ജീവിതത്തിൽ നേടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കഷ്ടപ്പെടണം, എഫേർട്ട് ഇടണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നും നേടാൻ പറ്റത്തില്ല. സിമ്പിൾ ആയിട്ട് ഒരു സാധനവും നമുക്ക് കിട്ടില്ല. ഓക്കെ, അതാണ് നോ പെയിൻ നോ ഗെയിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സിമ്പിൾ അല്ലേ? നമുക്ക് അടുത്ത നോക്കാം. ഔട്ട് ഓഫ് ദ ബ്ലൂ, ബ്ലൂവിന് പുറത്ത്. ബ്ലൂ ഓഫ് ഔട്ട് ഓഫ് ദ ബ്ലൂ എന്ന് പറഞ്ഞാൽ അൺഎക്സ്പെക്ടഡ്ലി, നമ്മൾ പ്രതീക്ഷിക്കാതെ സംഭവിക്കുന്നതിനെയാണ് ഔട്ട് ഓഫ് ദ ബ്ലൂ എന്ന് പറയുന്നത്. ഔട്ട് ഓഫ് ദ ബ്ലൂ എന്ന് വെച്ചാൽ അൺഎക്സ്പെക്ടഡ്ലി എന്ന് പറയും. ഓക്കെ, പുട്ട് സംതിങ് ഓൺ ഐസ്. പുട്ട് സംതിങ് ഓൺ ഐസ്, എന്തെങ്കിലും ഐസിന് മുകളിൽ വെക്കുക അല്ലെ. പുട്ട് സംതിങ് ഓൺ ഐസ്, എപ്പോഴാണ് നമ്മൾ എന്തെങ്കിലും കാര്യം ഐസിന് മുകളിൽ വെക്കുന്നത്? നമ്മളിപ്പോ എന്തൊക്കെയാ, നമ്മളെ ഫ്രിഡ്ജിൽ വെക്കുക അല്ലെങ്കിൽ ഐസ് ഇടുക, ഐസിന് മുകളിൽ വെക്കുന്ന എപ്പോഴാണ്? ഒരു കാര്യം ചീത്തയാകാതിരിക്കാൻ. കാരണം എന്താ? നമുക്ക് ഇപ്പോഴത്തേക്ക് പറ്റത്തില്ല, നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും ഇത് ചീത്തയാകാതെ ഉപയോഗിക്കാൻ പറ്റണം അല്ലെ. അതിന് വേണ്ടിയിട്ടല്ല ഐസ് വെക്കുന്നത്, അത്രേ ഉള്ളൂ. പോസ്റ്റ്പോൺ സംതിങ് ഫോർ ലേറ്റർ. ഓക്കെ, നമുക്ക് പിന്നീടുള്ള ആവശ്യത്തിലേക്ക് ഒരു സാധനം
നമുക്ക് ഇപ്പൊ എന്തെങ്കിലും ഒരു സാധനം നമ്മുടെ കയ്യിൽ കിട്ടാൻ നമുക്ക് ഇപ്പൊ ആവശ്യമില്ല, അത് പിന്നത്തേക്ക് മതി. അപ്പൊ പിന്നത്തേക്ക് മാറ്റി വെക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പുട്ട് സംതിങ് ഓൺ ഐസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് എക്സാക്ട് മീനിങ് നിങ്ങൾ ഇങ്ങനെ എടുക്കുകയോ ചെയ്യരുത്. നമുക്ക് പഠിക്കാനുള്ള ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് മാത്രം, നമ്മുടെ മെമ്മറിയിൽ നിൽക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നത്. ഒരിക്കലും ഈ ഇഡിയംസ് ആൻഡ് ഫ്രേസസ് ഈ രീതിയിലല്ല നമ്മൾ പഠിക്കേണ്ടത്. അത് യൂസേജിലൂടെയാണ് നമ്മൾ കൂടുതൽ പഠിക്കേണ്ടത്. പക്ഷെ നമുക്ക് എക്സാമിന് ക്വാളിഫൈ ചെയ്യണമെങ്കിൽ, എക്സാം നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് പഠിച്ചേ പറ്റും. അപ്പൊ നമ്മൾ പല മെത്തേഡ്സും മെമ്മറി ട്രിക്ക് ഉപയോഗിച്ച് പഠിക്കാന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ പുട്ട് സംതിങ് ഓൺ ഐസ് ചിന്തിച്ചു നോക്കുക. ഐസിന് പുറത്ത് വെക്കുന്നുണ്ട്, അത് ചീത്തയാകും, അല്ലെ കുറത്തെ നാളത്തേക്ക് നമുക്ക് ഉപയോഗിക്കണം. അപ്പൊ ചീത്തയാകാതിരിക്കാൻ ഐസിന്റെ പുറത്ത് വെക്കണം. അപ്പൊ പിന്നത്തേക്കാണ് എന്നുള്ളതാണ് അതിന്റെ മീനിങ്. പോസ്റ്റ്പോൺ സംതിങ് ഫോർ ലേറ്റർ. ഓക്കെ. അടുത്ത ക്യൂർ ദ പിച്ച്. ക്യൂർ ദ പിച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? പിച്ച് നശിപ്പിക്കുക. എന്താണ് അത്? സ്പോയിൽ എ പ്ലാൻ. ഒരു പ്ലാൻ നമ്മൾ സ്പോയിൽ ചെയ്യുന്നതിനാണ് ക്യൂർ ദ പിച്ച് എന്ന് പറയുന്നത്. ക്യൂർ ദ പിച്ച് എന്ന് പറഞ്ഞാൽ സ്പോയിൽ എ പ്ലാൻ എന്നാണ്. ഓക്കെ. അടുത്ത റെയിൻ ഓൺ സമ്മൺസ് പരേഡ്. ഒരാളുടെ പരേഡിലേക്ക് എന്ത് ചെയ്തു? മഴ പെയ്തു. അപ്പൊ പരേഡ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? നമ്മളൊരു ഒരു ഒരു പരിപാടിയിൽ നമ്മൾ വളരെ നീറ്റായിട്ട് മാർച്ച് ചെയ്ത് പോകുന്നതിനല്ലേ നമ്മൾ പരേഡ് എന്ന് പറയുന്നത്. ഒരാള് ഇങ്ങനെ നടന്ന് നടന്ന് പോകുന്നു, ഒരു പ്രോഗ്രാമാണ് അവിടെ. അവിടേക്ക് മഴ പെയ്തു, എന്ത് സംഭവിക്കുന്നു? ആ പരേഡ് അവിടെ സ്റ്റോപ്പ് ആവും എന്ന് പറയുന്ന പോലെ തന്നെ അപ്പൊ ആ പരിപാടി നശിച്ചു, ചീത്തയായി. അല്ലെന്നുണ്ടെങ്കിൽ ആ പരിപാടി നമുക്ക് നടത്തി കൊണ്ടുപോകാൻ പറ്റത്തില്ല. അപ്പൊ അവിടെയാണ് നമ്മൾ പറയുന്നത് റൂയിൻ സമ്മൺസ് പ്ലാൻസ് ഓർ മൂഡ്. അതായത് ഒരാളുടെ പ്ലാനോ മൂഡോ നമ്മൾ സ്പോയിൽ ചെയ്യുന്നതിന്, അല്ലെങ്കിൽ നമ്മൾ നശിപ്പിക്കുന്നതിനാണ് എന്തെന്ന് പറയുന്നത്? റെയിൻ ഓൺ സമ്മൺസ് പരേഡ് എന്ന് പറയുന്നത്. നമ്മൾ അങ്ങനെ കണക്ട് ചെയ്താൽ മതി. റെയിൻ ഓൺ സമ്മൺസ് പരേഡ് എന്ന് വെച്ചാൽ എന്താണ്? റൂയിൻ സമ്മൺസ് പ്ലാൻസ് ഓർ മൂഡ്. ഒരാളുടെ പ്ലാനുകളോ അദ്ദേഹത്തിന്റെ മൂഡോ നമ്മൾ നശിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് പറയാം റെയിൻ ഓൺ സമ്മൺസ് പരേഡ്. ഓക്കെ. അടുത്തത് സ്പിൽ ദ ബീൻസ്. സ്പിൽ ദ ബീൻസ് എന്ന് വെച്ചാൽ എന്താണ്? സ്പിൽ ദ ബീൻസ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഒഴിവാക്കുക. ബീൻസ് എന്ന് വെച്ച് കഴിഞ്ഞാല് എന്താണ്? വിത്തെന്നോ സീഡെന്നോ കുരു എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അത് ഒഴിവാക്കുക. അപ്പൊ ഈ സീഡ് എന്ന് പറയുന്ന സാധനം, കുരു, ഇപ്പൊ കോഫി ബീൻസ് ഒക്കെ പറയത്തില്ലേ, കാപ്പിക്കുരു, ഇത് എവിടെയായിരിക്കുന്നത്? ആ ബീൻസ് ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം എന്താ? ബീൻസ് എപ്പോഴും ഉള്ളിലായിരിക്കും അല്ലെ. ഉള്ളില് വളരെ ആരും കാണാതിരിക്കുന്ന ഒരു സാധനത്തെ നമ്മൾ പുറത്തേക്ക് എടുക്കുക ചെയ്യുന്നത്. അതാണ് ഇവിടെ പറയുന്നത് റിവീൽ സീക്രട്ട് ഇൻഫോർമേഷൻ. വളരെ രഹസ്യമായി സൂക്ഷിച്ചിരുന്ന ഒരു വിവരത്തെ നമ്മൾ പുറത്താക്കുന്നതിനാണ് എന്ന് പറയുന്നത് സ്പിൽ ദ ബീൻസ് എന്ന് പറയുന്നത്. അപ്പൊ സ്പിൽ ദ ബീൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? റിവീൽ സീക്രട്ട് ഇൻഫോർമേഷൻ. ക്ലിയർ അല്ലേ? എല്ലാവർക്കും സെറ്റ് ആവുന്നുണ്ടല്ലോ? ഇത്തരത്തിൽ അങ്ങ് പഠിച്ചു പോയാൽ മതി കേട്ടോ. അടുത്ത ടേക്ക് ടേക്ക് വിത്ത് എ ഗ്രെയിൻ ഓഫ് സാൾട്ട്. ടേക്ക് വിത്ത് ഗ്രെയിൻ ഓഫ് സാൾട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു കാര്യം നമ്മൾ കേൾക്കുകയാണ്, നമ്മളുടെ ഒരാൾ കഥ പറയുകയാണ്. അപ്പൊ കഥ നമ്മൾ ഇങ്ങനെ ഗംഭീരമായിട്ട് കേട്ടിരുന്നു. പക്ഷെ അതൊരു കഥയാണ്, അങ്ങനെ ഒന്നും സംഭവിക്കത്തില്ല എന്നുള്ള സംഭവത്തിൽ വളരെ സീരിയസ് അല്ലാതെ നമ്മൾ കേട്ടോണ്ടിരിക്കുന്നതിനാണെന്ന് പറഞ്ഞാൽ ടേക്ക് വിത്ത് എ ഗ്രെയിൻ ഓഫ് സാൾട്ട് എന്ന് പറയുന്നത്. ടേക്ക് വിത്ത് എ ഗ്രെയിൻ ഓഫ് സാൾട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യത്തെ നമ്മൾ കേൾക്കും, ശ്രദ്ധിക്കും, പക്ഷെ നമ്മൾ അതിനെ സീരിയസ് ആയിട്ട് എടുക്കത്തില്ല. നമുക്ക് അടുത്ത് നോക്കാം. അപ്പ് ഇൻ ആംസ്. കൈകൾ, കൈ കൈ കൈക്ക് മുകളിൽ എന്നൊക്കെ പറയത്തില്ല, അപ്പ് ഇൻ ആംസ് അല്ലെങ്കിൽ കയ്യിൽ എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? വെരി ആംഗ്രി, വളരെ ദേഷ്യപ്പെട്ടിരിക്കുന്നതിനാണ് നമ്മൾ എന്ന് പറയുന്നത് അപ്പ് ഇൻ ആംസ് എന്ന് പറയുന്നത്. അപ്പ് ഇൻ ആംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വെരി ആംഗ്രി. അപ്പം നമ്മൾ ഇത്രയും പഠിച്ചു, 18 പഠിച്ചു. 18 ഇങ്ങനെ ഓരോ എക്സാമ്പിളും കഥയൊക്കെ പോലെ പറഞ്ഞാൽ നമ്മൾ പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് മെമ്മറിയിൽ ഓർത്ത് വെക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ പറയുന്നത്. നമുക്ക് അടുത്ത് നോക്കാം. വാനിഷ് ഇൻറ്റു തിൻ എയർ. വാനിഷ് ഇൻറ്റു തിൻ എയർ. വാനിഷ് എന്ന് വെച്ചാൽ എന്താണ്? ഇല്ലാതാകുക. ഇൻറ്റു തിൻ എയർ, അതായത് ആ ഒരു അന്തരീക്ഷത്തിലേക്ക് ഇല്ലാതായി. മീൻസ് എന്താണ്? കാണാതായി പോയി. ഡിസപ്പിയർ കംപ്ലീറ്റ്ലി, പൂർണ്ണമായിട്ടും ഡിസപ്പിയർ ആയി, കാണാൻ പറ്റുന്നില്ല, അപ്രത്യക്ഷമാകുന്നതിനാണ് വാനിഷ് ഇൻറ്റു തിൻ എയർ എന്ന് പറയുന്നത്. ഇത് സിമ്പിളാ അല്ലെ? നമുക്ക് ഓർത്ത് വെക്കാൻ പറ്റും. വാനിഷ് എന്നുള്ള വാക്ക് കിടക്കുമ്പോൾ തന്നെ നമുക്ക് പറയാൻ പറ്റും എന്താണ്? അപ്രത്യക്ഷമാകുക എന്നുള്ളതാണ്. അടുത്തത് വെയർ വൺസ് ഹാർട്ട് ഓൺ വൺ സ്ലീവ്. ഒരാളുടെ ഹൃദയം ഒരാളുടെ കൈകളിൽ ധരിക്കുക. അത് സ്ലീവ് എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു ഗാർമെന്റിന്റെ ഭാഗമാണ് അല്ലെ, നമ്മൾ ഇടുന്ന ഷർട്ടിന്റെ ആ കൈ ഭാഗമാണെന്ന് പറയുന്നത് സ്ലീവ് എന്ന് പറയുന്നത് അല്ലെ. അവിടെ ഒരാളുടെ ഹൃദയം ധരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ ഒരു ഹൃദയം ധരിക്കുക എന്ന് വെച്ചാൽ എല്ലാവരും കാണുക എന്നുള്ളതല്ലേ, കാണാൻ വേണ്ടിയിട്ടാണല്ലേ. അപ്പൊ നമ്മൾ എന്താണ്? ഷോ വൺസ് ഇമോഷൻസ് ഓപ്പൺലി. ഒരാളുടെ ഇമോഷൻസ്, വികാരങ്ങളെ നമ്മൾ വളരെ ഓപ്പൺ ആയിട്ട് കാണിക്കുന്നതിനെയാണ് നമ്മൾ ഈ ഒരു ഇഡിയം കൊണ്ട് ഉദ്ദേശിക്കുന്നത് വിയർ വൺസ് ഹാർട്ട് ഓൺ വൺ സ്ലീവ് എന്ന് പറയുന്നത്. ഓക്കെ. വിയർ വൺസ് വിയർ വൺസ് ഹാർട്ട് ഓൺ വൺ സ്ലീവ് എന്ന് പറയുന്നത്.
ഓക്കെ, അടുത്തത് എക്സ് മാർക്സ് സ്പോട്ട്. എക്സ് മാർക്സ് ദ സ്പോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂസ് ടു ഇൻഡിക്കേറ്റ് എ പ്രിസൈസ് ലൊക്കേഷൻ, ഒരു കറക്റ്റ് ലൊക്കേഷൻ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ കറക്റ്റ് ലൊക്കേഷനെ സൂചിപ്പിക്കാനാണ് നമ്മൾ എന്ന് ഉദ്ദേശിക്കുന്നത് എക്സ് മാർക്സ് സ്പോട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മളെ കാണാതായ ഒരു സാധനം നമ്മൾ പറയാണ്. ഓക്കെ, ഇപ്പൊ ഒരു 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 വെള്ളത്തിൽ ഒരു സാധനം പോയി, സാധനം പോയി കഴിയുമ്പോൾ നമ്മൾ പറയത്തില്ല ഇന്ന ലൊക്കേഷനിൽ ഉണ്ടായിരിക്കും അതൊന്നും പറയത്തില്ല. അത് ആ ലൊക്കേഷനെ സൂചിപ്പിക്കാനാണ് നമ്മൾ എന്ന് പറയുന്നത് എക്സ് മാർക്സ് സ്പോട്ട് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അടുത്ത യു കാൺ ജഡ്ജ് എ ബുക്ക് ബൈ ഇറ്റ്സ് കവർ. നമുക്ക് ഒരിക്കലും ഒരു ബുക്കിനെ എന്ത് ചെയ്യാൻ പറ്റില്ല, ജഡ്ജ് ചെയ്യാൻ പറ്റില്ല ബൈ ഇറ്റ്സ് കവർ. അതിന്റെ കവർ പേജ് നോക്കിയിട്ട് നമുക്ക് ഒരിക്കലും ആ ഒരു പുസ്തകത്തിനെ നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. എന്താണ് അതിനകത്തിലെ കോണ്ടന്റ് എന്നോ കോണ്ടന്റ് എത്ര മികച്ചതാണെന്നോ ഒന്നും ആ കവർ പേജ് നോക്കിയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. മനസ്സിലാക്കണമെന്ന് നമ്മളിത് വായിച്ച് തുടങ്ങണം, അല്ലെ? എങ്കിലേ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. അപ്പം അത് തന്നെയാണ് മീനിങ് ഡോണ്ട് ജഡ്ജ് സംതിങ് ഓർ സംതിങ് ബൈ അപ്പിയറൻസ് അലോൺ. അതായത് ഒരു കാര്യത്തിന്റെ അപ്പിയറൻസ് മാത്രം നോക്കിക്കൊണ്ട്, അപ്പിയറൻസ് നോക്കുന്നില്ല, അപ്പിയറൻസ് മാത്രം നോക്കിക്കൊണ്ട് നമുക്ക് ഒരാളെയോ ഒരു സാധനത്തെയോ നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ഒരാൾ നടന്നു വരുന്ന അയാളുടെ അപ്പിയറൻസ് മാത്രം നോക്കിയിട്ട് ഒരാണ് അയാൾ മോശമാണ് എന്നൊക്കെ പറയാൻ പറ്റത്തില്ല. ബിക്കോസ് നമ്മൾ അവരുടെ ബിഹേവിയറിങ് ക്യാരക്ടറോടെ നമ്മൾ മനസ്സിലാക്കണം. അതാണ് എന്ന് പറയുന്നത് യു കാൺ ജഡ്ജ് എ ബുക്ക് ബൈ ഇറ്റ്സ് കവർ. ഒരാൾക്ക് ഒരു ബുക്കിന്റെ കവർ പേജ് മാത്രം നോക്കിക്കൊണ്ട് ആ ബുക്കിനെ നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്ന ഡോണ്ട് ജഡ്ജ് someone or something by its appearance alone. ഓക്കെ, അടുത്ത സീറോ ഇൻ ഓൺ. ഓക്കെ, സീറോ ഇൻ ഓൺ എന്ന് വെച്ച് കഴിഞ്ഞാല് ഫോക്കസ് ക്ലോസ്ലി ഓൺ. സീറോ ഇൻ ഓൺ എന്ന് വെച്ചാൽ എന്താണ്, ഒരു കാര്യത്തെ ഒരു ടാർഗറ്റിനെ നമ്മൾ വളരെ ക്ലോസ്ലി ഫോക്കസ് ചെയ്യുന്നതിനാണ്. ഇപ്പൊ നമ്മളൊരു ഗണ്ണർ, ഇപ്പൊ ഒരാൾ ഷൂട്ട് ചെയ്യാൻ പോകുന്നു, ഗണ്ണർ സീറോ ഇൻ ഓൺ ദ ടാർഗറ്റ് ഒക്കെ പറയാറുണ്ട്. ഓക്കെ, അതായത് നമ്മൾ ഒരാള് വെടിവെക്കാൻ പോകുന്ന ആള് അല്ല ടാർഗറ്റിനെ പ്രോപ്പറായിട്ട് ഫോക്കസ് ചെയ്യുന്നു പറയുമ്പോൾ നമ്മൾ ദ ഗണ്ണ് സീറോയിഡോ ഇൻ ഓൺ ദ ടാർഗറ്റ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. നമ്മൾ കറക്റ്റ് ആയിട്ട് പ്രോപ്പറായിട്ട് ടാർഗറ്റ് ചെയ്യുന്നതിനാണ് സീറോ ഇൻ ഓൺ എന്ന് പറയുന്നത്. അടുത്ത ബ്രേക്ക് എ ലെഗ്. ഓക്കെ, അത് ഗുഡ് ലക്ക് എന്ന് പറയുന്നത്. ബ്രേക്ക് എ ലെഗ് എന്ന് വെച്ചാൽ എന്താണ്, ഗുഡ് ലക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പണ്ടത്തെ ഈ നമ്മൾ പറയുന്ന യു എസിലും അതുപോലെയൊക്കെയുള്ള ബ്രിട്ടീഷ് പ്രവിശ്യകളിലൊക്കെ ഒരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ആക്ടറോ അല്ലെങ്കിൽ ഒരു പെർഫോമർ എന്തെങ്കിലും ഒരു കാര്യം പെർഫോം ചെയ്യുന്ന സമയത്ത് ഗുഡ് ലക്ക് പറയുന്നത് നല്ലതല്ല എന്നൊരു സംഭവം ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ അതിന് പകരം ഉപയോഗിക്കുന്ന ഒരു വാക്കായിരുന്നു, അങ്ങനെ ബ്രേക്ക് എ ലെഗ് എന്ന് പറഞ്ഞൊരു വാക്ക് ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പൊ നമ്മൾ ഇവിടെ ഒക്കെ പറയാറുണ്ടല്ലേ, ബ്രേക്ക് എ ലെഗ്, കാല് പൊളിക്ക്. നമ്മൾ സിംപ്ലി പറഞ്ഞാൽ നമ്മൾ പറയത്തില്ല നീ പൊളിച്ചിട്ട് വാ, നമ്മൾ പറയത്തില്ല. ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു നേറ്റീവ് പൊളിച്ചിട്ട് വാ. ഒരാള് എന്താ പറയുക പരീക്ഷ എഴുതാൻ പോകുന്നു, പോ അടിപൊളി പൊളിക്കും മോനെ എന്നൊക്കെ നമ്മൾ പറയത്തില്ല. പൊളിക്കുന്ന വെച്ചാൽ പോയി തല്ലി പൊളിക്കുന്നല്ല, നന്നായിട്ട് എഴുത്, അടിപൊളിയാക്ക്, ഓൾ ദ ബെസ്റ്റ് എന്നൊക്കെ പറയത്തില്ലേ, അതാണ്. അപ്പൊ ബ്രേക്ക് എ ലെഗ് എന്ന് പറയുന്നത് എന്താണ്, പൊളിച്ചിട്ട്, അത് ഗുഡ് ലക്ക് പറയുന്നതിനാണ് ബ്രേക്ക് എ ലെഗ് എന്ന് ഉപയോഗിക്കുന്നത്. ബ്രേക്ക് എ ലെഗ്, ഗുഡ് ലക്ക്. അടുത്ത കൂൾ ആസ് എ കുക്കുംബർ. കൂളാകണം കുക്കുംബറിനെ പോലെ എന്ന് വെച്ചാൽ എന്താണ്, കുക്കുംബറിന്റെ പ്രത്യേകത എന്താണ്, ഇപ്പം എത്ര ചൂട് കാലാവസ്ഥയാണെങ്കിലും എത്ര ഹോട്ട് എയർ അടിച്ചാലും ശരി, നമ്മൾ കുക്കുംബറിന്റെ ഉൾഭാഗം എന്താണ്, വളരെ തണുത്തിട്ടായിരിക്കും, അല്ലെ? എന്ന് പറയുന്ന പോലെ വെരി കാം ആൻഡ് കമ്പോസ്ഡ്. അതായത് എത്ര ദേഷ്യം വന്നാലും പുറത്ത് എത്ര മോശ സാഹചര്യം വന്നാലും ശരി, നമ്മൾ എന്തായിരിക്കണം, ഉള്ളിൽ നമ്മൾ ഭയങ്കര കുക്കുംബറിനെ പോലെ വളരെ കാം ആയിരിക്കണം, തണുത്ത് വളരെ കാം ആയിരിക്കണം. അതാണ് കൂൾ ആസ് എ കുക്കുംബർ എന്ന് പറഞ്ഞാൽ വെരി കാം ആൻഡ് കമ്പോസ്ഡ് എന്നാണ്. ഓക്കെ, ഡൗൺ ഇൻ ദ ഡംസ്. ഡൗൺ ഇൻ ദ ഡംസ്, നമുക്കറിയാം ഡൗൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ, ഡംപ് എന്ന് വെച്ചാൽ അറിയാമല്ലോ, നമ്മൾ വേസ്റ്റ് ഒക്കെ ഡംപ് ചെയ്യുന്നു അല്ലെ, ആ ഡംപാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മൾ അങ്ങ് താഴെ പോയി വേസ്റ്റിനെ പോലെ അത്രയ്ക്ക് മോശം സാഹചര്യത്തിലേക്ക് വരെ നമ്മൾ താഴേക്ക് പോയി എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ മാനസികമായിട്ട് ഒത്തിരി താഴെ പോയി നമ്മൾ ഫീലിംഗ് ഡിപ്രസ്ഡ്, നമ്മൾ എന്താ ഭയങ്കര ഡിപ്രഷൻ അനുഭവിക്കുന്നതിനാണ് എന്ന് പറയുന്നത് ഡൗൺ ഇൻ ദ ഡംസ് എന്ന് പറയുന്നത്. ഡൗൺ ഇൻ ദ ഡംസ് എന്ന് വെച്ചാൽ എന്താണ്, ഫീലിംഗ് ഡിപ്രസ്ഡ്, വളരെ നമ്മൾ മാനസികമായിട്ട് തളർന്നു പോകുന്നതിനെയാണ് ഡൗൺ ഇൻ ദ ഡംസ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത എന്താണ്, എലിഫന്റ് ഇൻ ദ റൂം. ആന റൂമിലുണ്ട്. ഓക്കെ, നമ്മുടെ റൂമിനകത്തൊരു ആന കയറിയാൽ എന്താ അവസ്ഥ, നമുക്ക് എന്താണ് പറയുന്നത്, വളരെ സീരിയസ് ആയിട്ടുള്ള പ്രശ്നമാണ്. ഈ പ്രശ്നം നമ്മൾ ഒഴിവാക്കിയേ പറ്റൂ, അല്ലേ? ഇത് ഒരു ആന മുറിക്കകത്ത് കയറി ഭയങ്കര പ്രശ്നമല്ലേ എന്ന് പറയുന്ന പോലെ ആൻ ഒബ്വിയസ് പ്രോബ്ലം ദാറ്റ് പീപ്പിൾ അവോയ്ഡ് ഡിസ്കസിങ്. അത് വളരെ വലിയൊരു പ്രശ്നം, വളരെ ഭയങ്കര എന്താ പറയുക, നമുക്ക് ഒഴിവാക്കേണ്ട പ്രശ്നം. ആ ഒരു പ്രശ്നത്തെ സൂചിപ്പിക്കാനാണ് നമ്മൾ എന്ന് പറയുന്നത് ആൻ എലിഫന്റ് ഇൻ ദ റൂം എന്ന് പറയുന്നത്.
an obvious problem that people avoid discussing. ആൾക്കാർ ചർച്ച ചെയ്യാൻ പോലും മടിക്കുന്ന അത്രയ്ക്ക് ഒരു വലിയൊരു പ്രശ്നത്തെയാണ് നമ്മൾ അതെന്ന് പറയുന്നത് എലഫന്റിന്റെ റൂം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ഫിറ്റ് ആസ് എ ഫിഡിൽ. ഫിറ്റ് ആസ് എ ഫിഡിൽ ഒരു പ്രയോഗമുണ്ട്. അതിന്റെ മീനിങ് ഇൻ ഗുഡ് ഹെൽത്ത്, വളരെ ആരോഗ്യത്തോടെ ഇൻ ഗുഡ് ഹെൽത്ത് എന്നാണ് ഫിറ്റ് ആസ് എ ഫിഡിൽ എന്ന് പറയുന്നത്. അപ്പൊ നമുക്കറിയാം ഫിഡിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീണയെന്നോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഗിറ്റാർ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലെ ഫിഡിലിന്. അപ്പം എന്താണ് ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ എന്താണ് അതിന്റെ ഒരു ഷേപ്പ്, അതിന്റെ ഒരു കണ്ടീഷൻ, പിന്നെ അതിന്റെ സ്ട്രിങ് എത്രത്തോളം, ഇപ്പൊ ഒരു ഗിറ്റാർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വയലിൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ സ്ട്രിങ് എത്രത്തോളം സ്ട്രോങ് ആയിട്ടിരിക്കുമ്പോഴാണ് ബെറ്റർ സൗണ്ട് ഉണ്ടാക്കുന്നത്. അപ്പം അപ്പം ആ ഒരു ഫിഡിൽ ഫിറ്റ് ആണെങ്കിലാണ് നല്ല സൗണ്ട് ഉണ്ടാക്കുന്നത് എന്ന് പറയുന്ന പോലെ ഫിറ്റ് ആസ് എ ഫിഡിൽ എന്ന് പറയുമ്പോൾ എന്താണ് ഇൻ ഗുഡ് ഹെൽത്ത്, നമ്മളെപ്പോഴും നല്ല ആരോഗ്യവാന്മാരായിട്ടിരിക്കുന്നതിനെയാണ് ഫിറ്റ് ആസ് എ ഫിഡിൽ എന്ന് പറയുന്നത്. ഓക്കെ, സിമ്പിൾ അല്ലേ ഇത്? ഓക്കെ, അടുത്താണ് ഗോ ദ എക്സ്ട്രാ മൈൽ. ഗോ പോണം, ദ എക്സ്ട്രാ മൈൽ ഒരു അഡീഷണൽ ഒരു മൈല് കൂടി നമ്മൾ പോകണം. അപ്പൊ നമ്മൾ പോകേണ്ട ദൂരത്തിനേക്കാൾ അഡീഷണൽ എക്സ്ട്രാ ഒരു മൈലും കൂടെ പോകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേക്ക് മോർ എഫേർട്ട് ദാൻ ഈസ് എക്സ്പെക്ടഡ് ഓഫ് യു. നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന എത്രയാണോ ആ പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തേക്കും കൂടി നമ്മൾ എഫേർട്ട് ഇടണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ നിങ്ങളിപ്പോ നോർമലി നിങ്ങൾ പഠിക്കുന്ന 5 മണിക്കൂറാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അഡീഷണൽ എക്സ്ട്രാ എഫേർട്ട് ഇട്ടിട്ട് 1 മണിക്കൂർ കൂടി പഠിക്കുമ്പോഴാണ് നമ്മൾ എന്താ പറയുന്നത് ഗോ ദ എക്സ്ട്രാ മൈൽ എന്ന് പറയുന്നത്. സോ ഗോ ദ എക്സ്ട്രാ മൈൽ മീൻസ് മേക്ക് മോർ എഫേർട്ട് ദാൻ ഈസ് എക്സ്പെക്ടഡ് ഓഫ് യു. നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ എഫേർട്ട് നിങ്ങൾ കൊടുക്കുമ്പോഴാണ് എന്തെന്ന് പറയുന്നത് ഗോ ദ എക്സ്ട്രാ മൈൽ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്താണ് ഹിറ്റ് ദ ബുക്സ്. പുസ്തകത്തെ ഇടിക്കാനല്ല, ഹിറ്റ് ദ ബുക്സ് എന്ന് വെച്ചാൽ സ്റ്റാർട്ട് സ്റ്റഡിയിങ് സീരിയസ്ലി, വളരെ സീരിയസ് ആയിട്ട് പഠിക്കാൻ തുടങ്ങുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഹിറ്റ് ദ ബുക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ഇൻ എ പിക്കിൾ, അച്ചാറിലാണ്. അച്ചാറിൽ എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ മീനിങ് വെച്ച് കഴിഞ്ഞാൽ ഇൻ എ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ എന്നാണ്. ഇൻ എ പിക്കിൾ എന്ന് വെച്ചാൽ ഇൻ എ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ. നമുക്കറിയാം മാങ്ങ അച്ചാർ എന്ന് പറയുമ്പോൾ എന്താണ് മാങ്ങ കൊണ്ടുള്ള അച്ചാർ അല്ലെ. ഈ മാങ്ങ കുറെ കാലത്തേക്ക് ഈ വിനീഗറിനകത്തും അതുപോലെ തന്നെ മറ്റ് ഇൻഗ്രീഡിയൻസിനകത്തും മറ്റ് സൊല്യൂഷൻസിനകത്തും ഒക്കെ ഇങ്ങനെ കണ്ടമാനം അടച്ച് കുറെ കാലത്തേക്ക് വെക്കുമ്പോഴുള്ള അച്ചാർ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് അല്ലെ. അച്ചാർ അങ്ങനെയല്ലേ ഉണ്ടാക്കുന്നത് എന്ന് പറയുമ്പോൾ ഈ അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന മാങ്ങ അല്ലെ മാംഗോ എന്ന് പറയുന്നത് വളരെ ടൈറ്റ് ആയിട്ട് വളരെ മോശം സാഹചര്യത്തിലായിരിക്കുന്നത്. ആ ഒരു മീനിങ്ങിലാണ് ഇവിടെ നമ്മൾ ഇൻ എ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇൻ എ പിക്കിൾ എന്ന് പറയുമ്പോൾ എന്താണ് അതിന്റെ മീനിങ് ഇൻ എ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ എന്നാണ്. ഓക്കെ, നമുക്ക് അടുത്ത് നോക്കാം. അടുത്ത ക്വൈറ്റ് ആസ് എ മൗസ്, ഒരു മൗസിനെ പോലെ ശാന്തനായി. അത് വെരി ക്വൈറ്റ്. ഓക്കെ, ക്വൈറ്റ് ആസ് എ മൗസ്. മൗസ് ഒരു എലി പോകുമ്പോൾ എന്താണ് എലി ആരെങ്കിലും ശല്യം ചെയ്യാറുണ്ടോ? ഇല്ല, അത് വളരെ ശാന്തമായിട്ട് അത് അതിന്റെ വഴിക്കാ പോകുന്നത്, വളരെ ശാന്തമാണ് എന്ന് പറയുന്നതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് വെരി ക്വൈറ്റ്. ക്വൈറ്റ് ആസ് എ മൗസ് എന്ന് പറഞ്ഞാൽ എന്താണ് വളരെ ശാന്തമായിട്ട് എന്നാണ് ഉദ്ദേശം. ഓക്കെ, അടുത്ത റൂൾ ഓഫ് തമ്പ് നമ്മൾ കേൾക്കുന്നതാണ് അല്ലെ. നമ്മൾ റൂൾ ഓഫ് തമ്പ് നമ്മൾ കേൾക്കാറുള്ളതാണ്. ഓക്കെ, റൂൾ ഓഫ് തമ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രോഡ്ലി ആക്യുറേറ്റ് ഗൈഡ് ഓർ പ്രിൻസിപ്പിൾ, വളരെ ആക്യുറേറ്റ് ആയിട്ടും വളരെ ശരിയായിട്ടുള്ള ഒരു തിയറിയോ പ്രിൻസിപ്പിൾസിനെ നമ്മൾ പറയുന്നതാണ് റൂൾ ഓഫ് തമ്പ് എന്ന് പറയുന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എങ്ങനെ ഉപയോഗിക്കാൻ തുടങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് കാലത്ത് നമ്മൾ അളക്കുന്നതിനൊക്കെ മെഷർമെന്റിനൊക്കെ ഉപയോഗിച്ചിട്ടിരുന്ന ഒരു മെഷറിംഗ് തോതാണ് ഈ തമ്പ്, തള്ളവിരൽ എന്ന് പറയുന്നത് തമ്പ്. അപ്പോൾ അങ്ങനെയാണ് റൂൾ ഓഫ് തമ്പ് എന്ന് പറയുന്ന ഒരു വാക്ക് അല്ലെങ്കിൽ ഒരു ഇഡിയം ഇതിനകത്ത് വരുന്നത്. ഓക്കെ, അടുത്തത് സ്മെൽ എ റാറ്റ്. അതായത് സ്മെൽ എ റാറ്റ്, ഒരു എലിയെ മണക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പൊ നമുക്കറിയാം എലി എപ്പോഴും നമ്മളെ സംബന്ധിച്ച് ഒരു എലി എന്ന് പറയുന്ന ജീവി എന്ന് പറയുന്നത് എന്താണ് എപ്പോഴും ഒരു ഭയങ്കര സംശയാസ്പദമാണ് നമുക്ക് എപ്പോഴും. അപ്പം എന്ന് പറയുന്ന പോലെ സ്റ്റാർട്ട് ടു സസ്പെക്ട് ട്രിക്കറി ഓർ ഡിസെപ്ഷൻ, നമുക്ക് എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് നമുക്ക് സംശയം തോന്നുന്നതിനാണ് എന്തെന്ന് പറയുന്നത് സ്മെൽ എ റാറ്റ് എന്ന് പറയുന്നത്. സ്റ്റാർട്ട് ടു സസ്പെക്ട് ട്രിക്കറി ഓർ ഡിസെപ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ടേക്ക് ഇറ്റ് വിത്ത് എ പിഞ്ച് ഓഫ് സാൾട്ട്. നമ്മൾ മുമ്പേ പറഞ്ഞാണ് ടേക്ക് ഇറ്റ് വിത്ത് എ ഗ്രീൻ ഓഫ് സാൾട്ട് എന്ന് പറയുന്ന പോലെ ടേക്ക് ഇറ്റ് വിത്ത് എ പിഞ്ച് ഓഫ് സാൾട്ട് എന്ന് വെച്ചാൽ കൺസിഡർ സംതിങ് ടു ബി നോട്ട് കംപ്ലീറ്റ്ലി ട്രൂ ഓർ റൈറ്റ്. ഇപ്പോൾ ഒരു കാര്യം നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ ഒരിക്കലും അത് പൂർണ്ണമായിട്ടും ശരിയാണെന്ന് ഒരിക്കലും നമ്മൾ വിശ്വസിക്കത്തില്ല, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ കരുതുന്നില്ല. അത്തരത്തിലുള്ള കാര്യങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ടേക്ക് ഇറ്റ് വിത്ത് പിഞ്ച് ഓഫ് എ സാൾട്ട് എന്ന് പറയുന്നത്. ഇപ്പൊ ഒരാളുടെ ഒക്കെ ചോദിക്കുമ്പോൾ നമ്മൾ ചെറിയ കുട്ടികളുടെ എന്തൊക്കെയാ സ്കൂളിൽ സംഭവിച്ചത് നമ്മൾ ചോദിക്കുമ്പോൾ ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ ഈ പറയുന്ന കാര്യങ്ങളൊന്നും നമ്മൾ അത്ര സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല, പക്ഷെ നമ്മൾ കേട്ടോണ്ടിരിക്കും.
അതാണ് ടേക്ക് ഇറ്റ് വിത്ത് എ പിഞ്ച് ഓഫ് സാൾട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് അണ്ടർ ദ വെതർ. ഓക്കെ, അണ്ടർ ദ വെതർ എന്ന് പറഞ്ഞാൽ ഈ കാലാവസ്ഥയുടെ അടിയിൽ എന്ന് ഉദ്ദേശിക്കുന്നത് ഫീലിങ്സ് ഇൽ ഓർ സിക്ക്. നമുക്ക് എന്തെങ്കിലും അസുഖം തോന്നുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും ആരോഗ്യകരമായിട്ട് പ്രശ്നങ്ങൾ തോന്നുമ്പോഴാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അണ്ടർ ദ വെതർ എന്ന് പറയുന്നത്. ഓക്കെ, അണ്ടർ ദ വെതർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫീലിംഗ് ഇൽ ഓർ സിക്ക് എന്നാണ്. ഓക്കെ, അടുത്തത് വെറൈറ്റി ഈസ് എ സ്പൈസ് ഓഫ് ലൈഫ്. അതായത് വെറൈറ്റി, വ്യത്യസ്തതയാണ് ജീവിതത്തിന്റെ ഒരു സ്പൈസ് എന്ന് പറയും. ഓക്കെ, ജീവിതത്തിന്റെ സ്പൈസ് എന്ന് പറയുന്നത് വ്യത്യസ്തതയാണ്. അതായത് ചേഞ്ചസ് ആൻഡ് ന്യൂ എക്സ്പീരിയൻസസ് മേക്ക് ലൈഫ് മോർ എൻജോയബിൾ. ഓക്കെ, നമ്മുടെ ജീവിതത്തിലെ പല പല മാറ്റങ്ങളും അതുപോലെ പുതിയ പുതിയ അനുഭവങ്ങളും എന്താക്കി മാറ്റുന്നു, ജീവിതത്തെ കൂടുതൽ ആസ്വാദ്യകരമാക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പം വെറൈറ്റി ഈസ് എ സ്പൈസ് ഓഫ് ലൈഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഒരേ രീതിയിൽ ജീവിതം പോയി കഴിഞ്ഞാൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല, അല്ലെ? അത് ചെറിയ ചെറിയ മാറ്റങ്ങൾ വരണം, പുതിയ പുതിയ അനുഭവങ്ങൾ വരണം, പുതിയ യാത്രകൾ വരണം. അപ്പോൾ എന്താ സംഭവിക്കുന്നത്, ജീവിതം കുറച്ച് എൻജോയബിൾ ആവും. അപ്പോൾ വെറൈറ്റി ഈസ് ദ സ്പൈസ് ഓഫ് ലൈഫ്. ചേഞ്ചസ് ആൻഡ് ന്യൂ എക്സ്പീരിയൻസസ് മേക്ക് ലൈഫ് മോർ എൻജോയബിൾ. അടുത്ത് വെൻ പിഗ്സ് ഫ്ലൈ. വെൻ പിഗ്, പിഗ് പന്നി, പന്നി പറക്കുമ്പോൾ. വെൻ പിഗ്സ് ഫ്ലൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ പന്നി പറക്കൂ? ഇല്ല, കാരണം അത് കാല് മാത്രമല്ല, ചിറകില്ല. പന്നി ഒരിക്കലും പറക്കത്തില്ല. ദാറ്റ് മീൻസ് സംതിങ് ദാറ്റ് വിൽ നെവർ ഹാപ്പൻ. ഒരു കാര്യം ജീവിതത്തിൽ ഒരിക്കലും സംഭവിക്കത്തില്ല ആ കാര്യം. അങ്ങനെയുള്ള കാര്യങ്ങളെ സൂചിപ്പിക്കാനാണ് വെൻ പിഗ്സ് ഫ്ലൈ എന്ന് പറയുന്നത്. സംതിങ് ദാറ്റ് വിൽ നെവർ ഹാപ്പൻ, ചില കാര്യങ്ങൾ ഒരിക്കലും സംഭവിക്കത്തില്ല. അത്തരം കാര്യങ്ങളാണ് നമ്മൾ എന്ന് പറയുന്നത് വെൻ പിഗ്സ് ഫ്ലൈ എന്ന് പറയുന്നത്. അടുത്തത് യു കാൺ മേക്ക് ആൻ ഓംലെറ്റ് വിത്തൗട്ട് ബ്രേക്കിംഗ് എഗ്സ്. യു കാണ്ട് മേക്ക് ആൻ ഓംലെറ്റ് വിത്തൗട്ട് ബ്രേക്കിംഗ് എഗ്. മുട്ട പൊട്ടിക്കാതെ നിങ്ങൾക്കൊരു ഓംലെറ്റ് ഉണ്ടാക്കാൻ പറ്റില്ല. അതിന്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു അച്ചീവ് എനിത്തിങ് സിഗ്നിഫിക്കൻറ്റ് വിത്തൗട്ട് കോസിങ് സം ഹാം. ഒരു കാര്യത്തിന് എന്തെങ്കിലും ഒരു വേദന ഉണ്ടാക്കാതെ നിങ്ങൾക്ക് ഒന്നും അച്ചീവ് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഈ ജോലി പഠിച്ച് കഷ്ടപ്പെട്ട് നിങ്ങൾക്ക് ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ചിലപ്പോൾ നിങ്ങളുടെ ഉറക്കം കളയേണ്ടി വരും. ഉറക്കം കളഞ്ഞിരുന്ന് പഠിക്കേണ്ടി വരും. നിങ്ങൾ ചിലപ്പോൾ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്നതാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് ഒഴിവാക്കേണ്ടി വരും. എന്റർടൈൻമെന്റ്സ് ഒഴിവാക്കേണ്ടി വരും. അങ്ങനെ എല്ലാം ഒഴിവാക്കി എന്തെങ്കിലും ഒരു ഹാം ഉണ്ടാക്കാതെ ഒരിക്കലും നിങ്ങൾക്ക് ഒന്നും അച്ചീവ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് യു കാൺ മേക്ക് ആൻ ഓംലെറ്റ് വിത്തൗട്ട് ബ്രേക്കിംഗ് ഐസ്. മുട്ട പൊട്ടിക്കാതെ, എഗ്സ് പൊട്ടിക്കാതെ ഒരിക്കലും നിങ്ങൾക്ക് ഒരു ഓംലെറ്റ് ഉണ്ടാക്കാൻ പറ്റില്ല. ഓക്കെ, സിപ്പ് യുവർ ലിപ്പ്. ഓക്കെ, സിപ്പിറ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഓക്കെ, അടയ്ക്കുക. കീപ് ക്വയറ്റ്, മിണ്ടാതിരിക്കുക. ഓക്കെ, സംസാരിക്കരുത്. സിപ്പ് യുവർ ലിപ്സ് എന്നാ പറയാം. ഓക്കെ, ബാർക്കിംഗ് അപ്പ് ദ റോങ് ട്രീ. ഓക്കെ, ബാർക്കിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുരയ്ക്കുക. ഓക്കെ, റോങ് ട്രീ, ഒരു മരത്തെ നോക്കിയിട്ട്, തെറ്റായ മരത്തെ നോക്കിയിട്ട് കുരയ്ക്കുക. അതെന്താ ചെയ്യുന്നത്? നമ്മൾ ചെയ്യുന്നത് ഒരു തെറ്റായ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെ? നമുക്ക് തെറ്റ് പറ്റിപ്പോയി, ഒരു മരത്തെ നോക്കി കുരയ്ക്കുന്നു, തെറ്റാണത് എന്ന് പറയുമ്പോൾ തന്നെ മേക്ക് എ റോങ് അസംഷൻ അബൌട്ട് സംതിങ്. ഒരു കാര്യത്തെക്കുറിച്ച് ഒരു തെറ്റായ അസംഷൻ നമ്മൾ ഉണ്ടാക്കുന്നതിനെയാണ് ബാർക്കിംഗ് അപ്പ് ദ റോങ് ട്രീ എന്ന് പറയുന്നത്. ഓക്കെ, മേക്ക് എ റോങ് അസംഷൻ അബൌട്ട് സംതിങ്. ഓക്കെ, അടുത്ത ബൈറ്റ് ദ ബുള്ളറ്റ്. ബുള്ളറ്റ് കടിക്കുക, അല്ലെ? വെടികൊണ്ട് എടുത്ത് കടിക്കുക എന്ന് വെച്ചാൽ എന്താണ്? ഫേസ് വളരെ ഡിഫിക്കൽട്ട് അല്ലേ ഒരു കാര്യം. ബുള്ളറ്റ് കടിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമാണ്, അല്ലെ? വളരെ ചെയ്യാൻ പ്രയാസമുള്ളതും അതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ റിസ്ക് ഉണ്ട്. സോ നമുക്ക് ഇച്ചിരി ധൈര്യമൊക്കെ വേണം ചെയ്യാൻ. ബൈറ്റ് ദ ബുള്ളറ്റ് എന്ന് പറയുമ്പോൾ ബുള്ളറ്റ് കടിക്കണമെങ്കിൽ നമുക്ക് കുറച്ച് ധൈര്യം വേണം. എന്താ പറയുക, അതിന് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ എന്താ പറയുന്നത്, ഫേസ് എ ഡിഫിക്കൽട്ട് ഓർ അൺപ്ലസന്റ് സിറ്റുവേഷൻ വിത്ത് കറേജ്. അപ്പം ഒരു കാര്യത്തെ നമ്മൾ എന്ത് ചെയ്യണം? വളരെ അൺപ്ലസന്റ് ആയിട്ടുള്ളതും വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സിറ്റുവേഷനും വളരെ ധൈര്യത്തോടെ നമ്മൾ നേരിടുന്നതിനെയാണ് ബൈറ്റ് ദ ബുള്ളറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ബൈറ്റ് ദ ബുള്ളറ്റ്. ഓക്കെ, ക്രൈ വോൾഫ്. ഓക്കെ, നമുക്കറിയാം പണ്ട് ഒരു കഥ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അല്ലെ? ഒരു വോൾഫ് ക്രൈയിങ്, അല്ലെ? അപ്പം എന്താണ് പറയുന്നത്? ഗിവിങ് എ ഫാൾസ് അലാം ഓർ എക്സാജറേറ്റഡ് സിറ്റുവേഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഗിവിങ് എ ഫാൾസ് അലാം, ഒരു തെറ്റായ ഒരു സന്ദേശം കൊടുക്കുക. ഓർ എക്സാജറേറ്റഡ് സിറ്റുവേഷൻ, ഒരു സിറ്റുവേഷൻ നമ്മൾ കൂടുതൽ പറഞ്ഞ് എക്സാജറേറ്റ് ചെയ്ത് വൾഗർ ആക്കുക. അങ്ങനെ നമ്മൾ എന്ത് പറയുന്നത്? ക്രൈ വൂൾഫ് എന്ന് പറയുന്നത്. അപ്പൊ വൂൾഫ്, ചെന്നായുടെ കരച്ചിൽ എന്താണ്? അതൊരു ഫാൾസ് അലാമാണ്, അല്ലെ? പണ്ടൊരു ഒരു കഥ നമ്മൾ പഠിച്ചിട്ടില്ല, അല്ലെ? ഇതിങ്ങനെ കൂവിയതും ഒക്കെ ഒരു കഥ പഠിച്ചിട്ടുണ്ടല്ലോ, ഈ വൂൾഫിന്റെ ക്രൈയെ കുറിച്ച്. അപ്പം ആ കഥ വെച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കാം. അപ്പൊ ഗിവിങ് എ ഫാൾസ് അലാം ഓർ എക്സാജറേറ്റഡ് സിറ്റുവേഷൻ ആണ് ക്രൈ വൂൾഫ് എന്ന് പറയുന്നത്. ബൈറ്റ് ദ ബുള്ളറ്റ് ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ആണ്, പക്ഷെ നമ്മൾ ധൈര്യത്തോടെ നേരിടുന്നു. സിപ്പ് യുവർ ലിപ്പ് എന്ന് വെച്ചാൽ കീപ് ക്വയറ്റ്.
ഓക്കെ. അപ്പൊ നമ്മൾ ഏകദേശം ഒരു 50 ഇഡിയംസ് പഠിച്ചിട്ടുണ്ട്. ഇഡിയോമാറ്റിക് എക്സ്പ്രഷൻസ് 50 നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ. നമ്മൾ മറ്റ് ക്ലാസ്സുകൾ നമ്മൾ ഫ്രേസൽ വെർബ് ഒക്കെ നമ്മൾ പഠിക്കുന്നതായിരിക്കും. അപ്പൊ നമ്മൾ തൽക്കാലം ഒരു ഇഡിയംസ് മാത്രമേ നമ്മൾ ഇതിനകത്ത് നോക്കിയിട്ടുള്ളൂ. അപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യം ഞാൻ പറഞ്ഞു, നമുക്ക് പഠിപ്പിക്കുന്ന സമയത്ത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു എങ്ങനെ ഓർത്തിരിക്കുക എന്നുള്ള ചില കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ടാണ് നമ്മളിത് പോയത്. അപ്പം എല്ലാവരും ഈ വീഡിയോ കാണുക, കണ്ടിട്ട് ഇത് പഠിക്കുക. ഓക്കെ. നമ്മൾ ഇനി അടുത്ത ക്ലാസ്സിൽ അടുത്ത സെറ്റ് ഓഫ് ഒരു 50 ഇഡിയംസുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അപ്പം നിങ്ങളിത് ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ, വീഡിയോ നല്ലതാണെങ്കിൽ നല്ലതെന്നും നമുക്ക് എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ ആ മാറ്റം എങ്ങനെ വരുത്താമെന്നും നിങ്ങളത് കമന്റ് ചെയ്യുക. പിന്നെ വീഡിയോ നല്ലതെന്ന് തോന്നി ലൈക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ മറ്റ് സുഹൃത്തുക്കളിലേക്ക് കൂടെ ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. അപ്പം എല്ലാവരും നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ. താങ്ക് യു ഓൾ.